അസ്സലാമലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ടു സ്പി റെസിപ്പീസ്. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, വെറും 2 മിനിറ്റ് മതി. അതുപോലെ ഒരുപാട് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും ഇതിന് വേണ്ട. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ വേണ്ടത്. നല്ല കട്ട തൈരാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അതൊരു 1.25 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു സവാള, ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള അരിഞ്ഞതാണ്, അതുകൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി വേണമെന്നുണ്ടെങ്കിൽ കടുകും കറിവേപ്പിലും വറ്റൽമുളകൊക്കെ ഒന്ന് താളിച്ചതിന് ശേഷം ഈ സവാള ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സവാളയിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഈ ഒരു സമയത്താണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 നുള്ള് ഉലുവ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ രണ്ടിൻ്റെയും പച്ചമണക്കൊന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തൈരിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ നമ്മുടെ ഈ ഒരു കറി വേണ്ടത്. കുറച്ചും കൂടി ലൂസായി കഴിഞ്ഞാൽ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നിങ്ങൾ തൈര് എടുക്കുന്ന സമയത്ത് അധികം പുളിയില്ലാത്ത തൈര് തന്നെ അതിന് വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിപ്പം ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്ത നല്ല റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.